പിന്നെ ബഹുമാന്യായ അധ്യക്ഷൻ, ബഹുമാന്യനായ മുൻ ധനകാര്യമന്ത്രി ബാലഗോപാൽ, രാംകുമാർ, എൻ്റെ ഫ്രണ്ട് കൊലീഗുമായ പരമേശ്വരൻ, കെയുടെ പ്രസിഡൻറ്റ് ഹരിലാൽ, പ്രൊഫസർ ഹരിലാൽ, ആദ്യമായിട്ട് കേരള എക്കണോമിക് അസോസിയേഷന് നന്ദി പറയുന്നു ഇതുപോലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചതിന്, അതോടൊപ്പം തന്നെ എന്നെ ഇതിന് ക്ഷണിച്ചതിനും. സോ നമ്മൾക്കെല്ലാം അറിയാം, ഈ സ്റ്റാറ്റസ് പേപ്പർ ഒരുപാട് ഡിസ്കഷനും ഡിബേറ്റിനും ഒക്കെ വഴിതെളിച്ചിട്ടുണ്ട്. ഒരുപാട് റൈറ്റിങ്സും മറ്റുമൊക്കെ ന്യൂസ് പേപ്പറുകളിലും TV ചാനലുകളിലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ചില കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ആദ്യമായിട്ട് പറയാനുള്ളത് ചില ക്ലാരിഫിക്കേഷൻസ് ആണ്. അത് കഴിഞ്ഞ് കുറച്ച് സബ്സ്റ്റാൻറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത്, അധ്യക്ഷൻ പറഞ്ഞതുമാതിരി 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മളിത് ചെയ്തെങ്കിലും ഇതിൻ്റെ വർക്ക് ശരിക്കും ഞങ്ങൾ 1 വർഷം എടുത്ത് ചെയ്തതാണ്. അതിനുള്ളൊരു കാരണമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളൊരു 16th ഫൈനാൻസ് കമ്മീഷന് വേണ്ടിയിട്ട് CDSലൊരു പഠനം നടത്തിയിരുന്നു. അതിൻ്റെ ടോപ്പിക് എക്സാക്ട്ലി സെയിം ആണ്. കേരളത്തിൻ്റെ ഫൈനാൻസിനെ പറ്റിയിട്ടുള്ള ഒരു പഠനം, വളരെ കോംപ്രഹെൻസീവായിട്ടുള്ള ഒരു പഠനം. അതായത് 2023-24 വരെ ഡാറ്റ ഉപയോഗിച്ചിട്ട്, ടൈം സീരീസ് ഡാറ്റ ഉപയോഗിച്ചിട്ട് ഉള്ള ഒരു പഠനം വളരെ കോംപ്രിഹെൻസീവായിട്ട് ഞങ്ങൾ 6 മാസം സമയമെടുത്തിട്ട് നടത്തിയ ഒരു പഠനമാണ്. ഒരു വലിയ ടീം ചെയ്ത അതിൻ്റെ റിപ്പോർട്ട് ഓൾറെഡി ഫൈനാൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾക്ക് എക്സ്ട്രാ വന്നിരിക്കുന്ന ഡാറ്റ അനാലിസിസും മറ്റൊക്കെ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതിൻ്റെ അകത്തായിരുന്നു. അധികമായിട്ട് വന്ന ചാപ്റ്ററുകൾ പൊതുവേ ഒന്ന് കിഫ്ബിയുടെ ഒരു ചാപ്റ്ററായിരുന്നു, പിന്നെ ഒരു ട്രഷറി ക്യാഷ് ബാലൻസിനെ പറ്റിയുള്ള ഒരു ചാപ്റ്ററായിരുന്നു. മറ്റു ചാപ്റ്ററുകളൊക്കെ നമ്മൾ അതിൻ്റെയൊക്കെ അനാലിസിസും ഡാറ്റ കളക്ഷനും ഒക്കെ നേരത്തെ തന്നെ ചെയ്തായിരുന്നു. അതൊരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ പറയേണ്ട ആവശ്യമുണ്ട്. പിന്നെ വേറൊന്ന് പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഒരു ബേസ് ലൈനാണ്. ബേസ് ലൈൻ എന്ന് പറയുമ്പോൾ ആസ് ഓഫ് നൗ, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഈ വർഷമല്ല, ഈ അടുത്ത വർഷങ്ങളിൽ ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് സ്റ്റേറ്റിൻ്റെ ഫൈനാൻസിൻ്റെ സിറ്റുവേഷൻ, എന്തിനാണത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ ഗവൺമെൻറ്റിനും പൊതുസമൂഹത്തിനും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് അടുത്ത 5 വർഷം അല്ലെങ്കിൽ 10 വർഷം എങ്ങനെയാണ്, ഏത് ദിശയിലേക്കാണ് ഗവൺമെൻറ് പോകുന്നത് എന്നുള്ളതിനെ വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു ആവശ്യം, അതാണ് ഇതിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ആവശ്യം. അത് ചെയ്യുമ്പോൾ പാസ്റ്റ് ഡാറ്റകൾ നോക്കേണ്ടി വരും. അതിൽ ചില കമൻസുകളും മറ്റതൊക്കെ വരേണ്ടി വരും. പക്ഷെ അതിൻ്റെ പ്രധാന ഉദ്ദേശം ഇതാണ്. പിന്നെ ഞങ്ങൾ പറഞ്ഞതുമാതിരി, ഈ റിപ്പോർട്ടിൽ പറഞ്ഞതുമാതിരി, ഇതൊരു ഫോറൻസിക് ഓഡിറ്റ് അല്ല. എന്ന് പറഞ്ഞാൽ ഇതൊരു വെർഡിക്റ്റ് അല്ല, ആരെങ്കിലും പ്രത്യേകിച്ച് കുറ്റപ്പെടുത്താനോ ഒന്നും ചെയ്യാനല്ല. ഇതൊരു സ്റ്റാറ്റസ് ആണ്. ഇന്നത്തെ സ്റ്റാറ്റസ് എന്താണ്, അതുകൊണ്ട് ഫ്യൂച്ചറിൽ എങ്ങനെ പോകണം എന്നുള്ളതാണ്. പിന്നെ ചില റിഫോം റെക്കമെൻഡേഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി പറയാനുള്ള ഒരു ക്ലാരിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബ്രോഡ് റോഡ് മാപ്പാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ കമ്മിറ്റിക്ക് റിഫോം റെക്കമെൻഡേഷൻ കൊടുക്കാനുള്ള ഒരു മാൻഡേറ്റ് ഇല്ല. കാരണം ബ്രോഡ്ലി എങ്ങോട്ട് പോകണം, ഏതൊക്കെ ഡയറക്ഷനിൽ പോകണം, ചില കേസുകളിൽ ചില സജസ്റ്റീവ് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എക്സാക്ട് സീക്വൻസിങ് ഓഫ് റിഫോം, എങ്ങനെ റിഫോം കൊണ്ടുവരണം, ഏത് തരത്തിലുള്ള റിഫോം കൊണ്ടുവരണം എന്നൊക്കെ ഉള്ളത് കേരള ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പൊളിറ്റിക്കൽ എക്കോണമിയുടെ ഒരു പാർട്ടായിട്ടുള്ളതാണ്. ഈ കമ്മിറ്റിക്ക് അതിൽ പ്രത്യേകിച്ചിട്ടുള്ള റോളില്ല. പക്ഷേ ബ്രോഡായിട്ടുള്ള ചില സജഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സജസ്റ്റീവായിട്ടുള്ള എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ റിപ്പോർട്ടിൻ്റെ മെയിൻ ടേക്ക് അവേ എന്തെന്ന് പറഞ്ഞാൽ, മെയിൻ മെസ്സേജ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരള കുറേ കാലമായിട്ട് ഫേസ് ചെയ്യുന്ന പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫിസ്ക്കൽ പ്രഷറിനെ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ അടുത്ത കാലത്ത് തുടങ്ങിയതൊന്നുമല്ല. ഇത് എത്രയോ വർഷം ആയിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ഫൈനാൻസിൽ നേരിടുന്ന ചില അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിനെ ലെഗസി പ്രോബ്ലംസ് എന്ന് പറയാം, ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ചാലഞ്ചസ്, അതിനെ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അപ്പോൾ നമ്മൾക്കൊക്കെ അറിയാം, കേരളത്തിൻ്റെ വികസന മാതൃക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള വികസന മാതൃകയാണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റിലും
മാനുഷിക വികസന സൂചികകളിലും സോഷ്യൽ ഡെവലപ്മെൻറ്റിലൊക്കെ ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റിൽ ആ ഒരു സ്ഥാനം കേരളത്തിന് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം നമ്മൾക്ക് ഈ ഡാറ്റകളൊക്കെ നോക്കുമ്പോൾ നമ്മൾക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ ഒരു ഭയത്തിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഷ്രിങ്കിങ് ഫിസിക്കൽ സ്പേസ് നമ്മൾക്ക് ശരിക്കും കാണാം. പല ഇൻഡിക്കേറ്റർ നോക്കിയാലും ഗവൺമെൻറ്റിനുള്ള ഒരു ഫ്രീഡം ടു സ്പെൻഡ് മണി ഓൺ ടാർഗറ്റഡ് അല്ലെങ്കിൽ അതിൻ്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് വെൽഫെയർ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിന് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഫിസിക്കൽ സ്പേസ് കേരളത്തിന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഓവർ ടൈം. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എ വെരി റീസെൻറ്റ് തിങ്, ഇറ്റ് ഹാസ് ബീൻ ദെയർ. അത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കേരളത്തിന് നല്ലതല്ല. കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് മാതൃകയെ അതേപോലെ തന്നെ സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ, മുന്നോട്ട് പോകണമെങ്കിൽ ഗവൺമെൻറ്റിന് ഫിസിക്കൽ സ്പേസ് വേണം ഈ വെൽഫെയർ സ്പെൻഡിങ്ങിന് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അതിനുള്ള എന്തൊക്കെ തടസ്സങ്ങളാണ് നമ്മുടെ ഇക്കോണമിയിലുള്ളത്, ഫൈനാൻസ് സ്ട്രക്ചറിലുള്ളത് എന്നുള്ളതാണ് ഇവിടെ പ്രധാന ഇഷ്യൂ. അതുകൊണ്ടാണ് റിപ്പോർട്ടിൻ്റെ പല ചാപ്റ്ററുകളിലും ഇതുപോലുള്ള സ്ട്രക്ചറൽ ഇഷ്യൂസിനെ നമ്മൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ പലതരത്തിലുള്ള സ്ട്രക്ചറൽ ഇഷ്യൂസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഹൈ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെൻറ്. അതാണ് ഒരു പ്രധാന, ഈ ന്യൂസ് പേപ്പറിലൊക്കെ വളരെ എംഫസൈസ് ചെയ്ത ഒരു പാർട്ട് അതാണ്. 77% ഹൈ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ. പിന്നെ വേറൊരു സ്ട്രക്ചറൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വെരി ഹൈ ആൻഡ് ഇൻക്രീസിങ് ഷെയർ ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഇൻ ടോട്ടൽ റവന്യൂ റെസീറ്റ്. ടോട്ടൽ റവന്യൂ റെസീറ്റിൻ്റെ 21% ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആയിട്ട് വരുന്നു. അത് ഓവർ ടൈം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത 2-3 വർഷത്തിൽ സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു 10 വർഷം മുമ്പേ നോക്കുകയാണെങ്കിൽ അത് കൂടിയിട്ടുണ്ട്. പിന്നെ ലോ ലെവൽ ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അക്കാര്യത്തിൽ ഡാറ്റകളുടെ കാര്യത്തിൽ ചില ഡിസഗ്രിമെൻറ്റ്സ് ഒക്കെ ഉണ്ടാകാം. പക്ഷേ എങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നോക്കിയാലും ഓൾ സ്റ്റേറ്റ് ആവറേജ് നോക്കുമ്പോൾ കേരളത്തിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറവാണെന്നുള്ളതാണ് വേറൊന്ന്. പിന്നെ ബോറോയിങ് ഒരിക്കലും തെറ്റാണെന്ന് ഞങ്ങൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. അതിൽ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ മീഡിയ ഉണ്ടാക്കിയ ഓരോ സ്റ്റോറികളാണ്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ബോറോയിങ് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ അതിൽ CAG റിപ്പോർട്ടുണ്ട്. 5.2, അതായത് 100 രൂപ ബോറോ വാങ്ങുമ്പോൾ അതിൻ്റെ 5.2 റുപ്പി മാത്രമേ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പോകുന്നുള്ളൂ. ബാക്കിയൊക്കെ റവന്യൂ ഡെഫിസിറ്റും കറൻറ്റ് കൺസംഷനും പിന്നെ പാസ്റ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും ഒക്കെ കൊടുക്കാനാണ് പോകുന്നത്. അതാണ് ഇഷ്യൂ. അല്ലാതെ 5.77 ലാക്ക് ബോറോയിങ് ഉണ്ട്, അത് വലിയൊരു സംഭവമാണ് എന്നുള്ളതല്ല ഇത് ഇഷ്യൂ. അത് മീഡിയ ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ ആണ്. ഇതിൻ്റെ മെയിൻ ഇഷ്യൂ ഈ ബോറോയിങ്ങിൻ്റെ സസ്റ്റൈനബിലിറ്റി ഇഷ്യൂ ആണ്. മറ്റൊന്നത് അതിൻ്റെ യൂസാണ്. പിന്നെ ഞങ്ങൾ ലോസ് മേക്കിംഗ് പബ്ലിക് സെക്ടർ യൂണിറ്റുകളെ ഒരു ലോങ് സ്റ്റാൻഡിങ് സ്ട്രക്ചറൽ ഇഷ്യൂ ആണ്. നത്തിങ് റീസെൻറ്റ്, ഇറ്റ് ഈസ് ദെയർ മെനി ഇയേഴ്സ്. അപ്പോൾ ഈ ഇഷ്യൂസൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ തന്നെ പുതിയ ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് സ്റ്റേറ്റുകൾക്ക് കിട്ടുന്ന, പ്രത്യേകിച്ച് കേരളത്തിന് കിട്ടുന്ന ആ ട്രാൻസ്ഫറിൻ്റെ കുറവിൽ മാത്രമല്ല, പിന്നെ അതുമൂലം ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ, അതായത് കൂടുതൽ സെസ്സും സർചാർജസും വരുന്നു. അതേപോലെ തന്നെ പിന്നെ അൺടൈഡ് ഗ്രാൻറ്റിൻ്റെ ഷെയർ കുറയുന്നു, ടൈഡ് ഗ്രാൻറ്റിൻ്റെ ഷെയർ കൂടുന്നു. CSS നമുക്ക് പലതും പിന്നെ അനുയോജ്യമല്ലാത്ത CSS വരുന്നു. ഇതിനൊക്കെ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ റിപ്പോർട്ടിൻ്റെ പ്രിഫേസിൽ അത് പറഞ്ഞിട്ടുണ്ട്, എക്സിക്യൂട്ടീവ് സമ്മറിയിൽ അത് പറഞ്ഞിട്ടുണ്ട്, ചാപ്റ്റർ 1 അത് പറഞ്ഞിട്ടുണ്ട്, ചാപ്റ്റർ 2 അത് പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് അപ്പൻഡിക്സിലും അത് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഇഷ്യൂ ആണ്. അത് ഈ ലോങ് സ്റ്റാൻഡിങ് സ്ട്രക്ചറൽ പ്രോബ്ലത്തിനെ കൂടുതൽ അഗ്രവേറ്റ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് ഡെവലപ്മെൻ്റാണ് അത്. അപ്പോൾ ഇതിന് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അപ്പോൾ എങ്ങനെയാണ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു മെയിൻ ക്വസ്റ്റ്യൻ നമ്മുടെയൊക്കെ മുന്നിലുള്ള. ഈ കാര്യത്തിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുമെന്ന്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന കേരളത്തിന് എങ്ങനെ മുന്നോട്ട് പോകാം, കേരളത്തിൻ്റെ വികസന മാതൃകയുമായിട്ട് അതേപോലെ എങ്ങനെ മുന്നോട്ട് പോകാം, കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാം, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ അതിൽ ഞങ്ങൾ ചോദിക്കുന്ന ഒരു വെരി ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ എന്നുള്ളത്, ഞാനിവിടെ ചോദിക്കുന്ന ഒരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ എന്നുള്ളത്,
പിന്നെ ഗവൺമെൻറ് സ്പെൻഡിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്താണ്. ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ ടേംസ്, അതായത് ലേമാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന സിമ്പിൾ ടേമിൽ പറയുകയാണെങ്കിൽ സോഷ്യൽ വെൽഫെയർ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വെരി ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ, അടിസ്ഥാനമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്പെൻഡിങ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ കൂട്ടുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് സോഷ്യൽ വെൽഫെയറിലേക്ക് മാറുമോ എന്നുള്ളത് ഒരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യന് പിന്നെ അതായത് നമ്മളിവിടെ ചോദിക്കുന്ന എഫക്റ്റീവ്നെസ് ഓഫ് ഗവൺമെൻറ് സ്പെൻഡിങ്, അത് ഔട്ട്കമ്മിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഈസ് നോട്ട് ഈസി, ഡിഫിക്കൽട്ടായിട്ടുള്ള ആൻസറാണ്. അതിലാണ് പല ആൾക്കാരും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനും ഉണ്ടാവുക. ഇതിൻ്റെ ആൻസറിനെ പറ്റിയിട്ട് ഇപ്പോൾ കമ്മിറ്റിക്ക് ഒരു പർട്ടിക്കുലർ തരത്തിലുള്ള ആൻസർ ഉണ്ടാവാം, മറ്റുള്ള ആൾക്കാർക്ക് വേറെ തരത്തിലുള്ള ആൻസർ ഉണ്ടാവാം, അവിടെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാകാം. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതിനെ വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. കാരണം ഇതിൽ വെറുതെ ഒരു ഐഡിയോളജിക്കൽ ഇതിൽ കടന്നുകൊണ്ട് ഇതിനെ ഫൈറ്റ് ചെയ്യുന്നതിനേക്കാളും ഇത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഇതിന് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് നമുക്ക് വേണം, ഒരു തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് നമുക്ക് വേണം. എൻ്റെ അഭിപ്രായത്തിൽ ഇതിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് അമർത്യ സെൻ്റെ ക്യാപ്പബിലിറ്റീസ് ആൻഡ് ഫങ്ഷനിങ് അപ്രോച്ചാണ്. ക്യാപ്പബിലിറ്റീസ് ആൻഡ് ഫങ്ഷനിങ് അപ്രോച്ച് ബേസിക്കലി സോഷ്യൽ വെൽഫെയർ എങ്ങനെ കൂട്ടാം, എങ്ങനെയാണ്, വാട്ട് യു മീൻ ബൈ ഡെവലപ്മെൻറ്റ്, വാട്ട് യു മീൻ ബൈ വെൽഫെയർ എന്നുള്ള ഫണ്ടമെൻ്റൽ ക്വസ്റ്റിനെ ആൻസർ ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ്. ആ ഒരു ഫ്രെയിം വർക്കിൽ നോക്കുകയാണെങ്കിൽ, അതിലൂടെ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് സോഷ്യൽ വെൽഫെയർ കൂട്ടണമെന്നില്ല. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിലൂടെ ക്യാപ്പബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്താൽ മാത്രമേ അത് സോഷ്യൽ വെൽഫെയർ കൂട്ടുള്ളൂ. അതുമാത്രം പോരാ, ക്യാപ്പബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്താൽ മാത്രം പോരാ, അത് ഫങ്ഷനിങ് എന്ന ഒരു പ്രതിഭാസത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം, ഒരു കൺവേർഷൻ നടക്കണം. ക്യാപ്പബിലിറ്റീസ് ഷുഡ് ലീഡ് ടു ഫങ്ഷനിങ്. സോ ഫസ്റ്റ് യു നീഡ് എക്സ്പെൻഡിച്ചർ വിച്ച് ഷുഡ് ലീഡ് ടു ക്യാപ്പബിലിറ്റി വിച്ച് ഷുഡ് ലീഡ് ടു ഫങ്ഷനിങ്. അതാണ് അത് സിമ്പിൾ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ, അതായത് ആൾക്കാർക്ക് നമ്മൾ കൂടുതൽ പണം ചെലവഴിക്കുമ്പോൾ, എഡ്യൂക്കേഷനിലും ഹെൽത്തിലും ഒക്കെ കൂടുതൽ പണം ചെലവഴിക്കുമ്പോൾ ആക്ച്വൽ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ആക്ച്വൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഫോർ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഇതൊക്കെ നടക്കുന്നുണ്ടോ? അതാണ് ക്യാപ്പബിലിറ്റീസ്. എന്നിട്ട് അത് എംപ്ലോയ്മെൻറ്റിലേക്ക് പോകുന്നുണ്ടോ, അതായത് ബെറ്റർ ലൈഫിലേക്ക് പോകുന്നുണ്ടോ, അതാണ് ഫങ്ഷനിങ്. അപ്പോൾ അമർത്യ സെൻ തന്നെ പറയുന്നത്, പിന്നെ അയാളുടെ വെരി സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ബൈസൈക്കിളാണ്. നമ്മളിപ്പോൾ ഒരു ബൈസൈക്കിൾ നമ്മൾ സ്വന്തമായി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബൈസൈക്കിൾ അതൊരു റിസോഴ്സാണ്. ബൈസൈക്കിൾ എന്നുള്ളതൊരു റിസോഴ്സാണ്. ആ റിസോഴ്സ് ശരിക്കും മൊബിലിറ്റി എന്ന് പറഞ്ഞ ഒരു ക്യാപ്പബിലിറ്റിയാണ്. അതിലേക്ക് വരുമോ എന്നുള്ളത് അല്ലയോ എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെനി ഫാക്ടേഴ്സ്. അതായത് കൺവേർഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. കൺവേർഷൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾക്ക് ബൈസൈക്കിൾ റൈഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടോ, നല്ല റോഡുണ്ടോ, അതല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ നോംസ് ബൈസൈക്കിൾ റൈഡ് ചെയ്യാൻ നമ്മളെ അലോ ചെയ്യുന്നുണ്ടോ. ഗേൾസ് ചിലപ്പോൾ ബൈസൈക്കിൾ റൈഡ് ചെയ്യുന്നത് റൂറൽ ഏരിയയിൽ സോഷ്യൽ നോമിന് എതിരായിരിക്കാം. അപ്പോൾ നമ്മുടെ ക്യാപ്പബിലിറ്റീസിനെ ഫങ്ഷനിലേക്ക് വരണമെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെനി ഫാക്ടേഴ്സ്. അതിലൊന്ന് പേഴ്സണൽ ട്രേറ്റ്സ് ആണ്, നമ്മളുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ സ്കിൽ, നമ്മുടെ ഹെൽത്ത്. പിന്നെ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ, ജിയോഗ്രഫി. അതേപോലെ തന്നെ സോഷ്യൽ ഫാക്ടേഴ്സ് ലൈക്ക് സോഷ്യൽ നോംസ്, ലേബർ മാർക്കറ്റ് കണ്ടീഷൻസ്, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ്. അതേപോലെ തന്നെ ക്യാപ്പബിലിറ്റീസ് എലോൺ ഈസ് നോട്ട് ഇനഫ്. ആസ് ഐ ഓൾറെഡി സെഡ്, ദർ ഇസ് എ കൺവേർഷൻ ഫാക്ടർ വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ഫ്രെയിം വർക്കിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് സ്പെൻഡിങ് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്, അതാണല്ലോ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ. അത് ഒരു റിസോഴ്സാണ്. ആ റിസോഴ്സ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് ക്യാപ്പബിലിറ്റീസിലേക്ക് പോകും, പിന്നെ ഫങ്ഷനിങ്ങിലേക്കും പോകും എന്നുള്ളതാണ്. അത് കേരളത്തിൽ നടക്കുന്നുണ്ടോ? അതാണ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നൗ റിസോഴ്സസ് ആർ ഇമ്പോർട്ടൻറ്റ്, എക്സ്പെൻഡിച്ചർ ഈസ് ഇമ്പോർട്ടൻറ്റ്, but it does not mean that just having resources it will automatically translate into capabilities. For example, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യാണ് സ്കൂൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, സാലറി കൊടുക്കുന്നു ടീച്ചേഴ്സിന്, പക്ഷേ കുട്ടികൾ പഠിക്കാനില്ല. അതുപോലെ കോളേജുകളിൽ പല കോഴ്സുകൾ റൺ ചെയ്യുന്നു, ടീച്ചേഴ്സ് വരുന്നു, ക്ലാസ്സുകൾ എടുക്കുന്നു,
പക്ഷേ ദർ ആർ നോ ടേക്കേഴ്സ് ഫോർ ദ കോഴ്സ്. അവിടെ എക്സ്പെൻഡിച്ചർ നടക്കുന്നു, പക്ഷേ ദർ ഇസ് നോ ക്യാപ്പബിലിറ്റി ബിൽഡിംഗ്. അതൊരു ഇഷ്യൂ ആണ് ഇന്ന് കേരളത്തിൽ ഏത് ഡാറ്റ നോക്കുകയാണെങ്കിലും പിന്നെ പല സ്കൂളുകളിലും കുട്ടികളില്ലാത്ത അവസ്ഥയാണ്, പല കോഴ്സുകൾക്കും കുട്ടികളില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇതിനു വേണ്ടി ചെയ്യുന്നു, പക്ഷേ അത് ക്യാപ്പബിലിറ്റിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല. ഇത് പണ്ട് അങ്ങനെയുള്ള സ്ഥിതി ആയിരുന്നില്ല കേരളത്തിൽ. നേരത്തെയുള്ള അവസ്ഥയിൽ അത് ക്യാപ്പബിലിറ്റിയിലേക്ക് മാറുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ വി ഹാവ് ടു ലുക്ക് അറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ. അതാണ് ഒരു എക്സാമ്പിൾ കോൺക്രീറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ. അതുപോലെ അസർ റിപ്പോർട്ട് ഇപ്പോൾ പിന്നെ ഒരു 2024 ലേറ്റസ്റ്റ് അസർ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ അതിലെ ഡാറ്റ വളരെ വളരെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഡാറ്റയാണ് കേരളത്തിനെ പറ്റിയിട്ട്. കേരളത്തിലാണ് ന്യൂമറിക്കൽ എബിലിറ്റിയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും താഴെ സ്കോറുള്ളത് കുട്ടികളുടെ. ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ കേരളത്തിന് താഴെ കിടക്കുന്നത്, മേഘാലയ. ന്യൂമറിക്കൽ എബിലിറ്റി, അതായത് സിമ്പിൾ സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, ഇതിൽ നോക്കുകയാണെങ്കിൽ ലേണിംഗ് ഔട്ട്കംസ് ഇൻ കേരളാസ് ഗവൺമെൻറ് സ്കൂൾ ഇൻ ടേംസ് ഓഫ് ന്യൂമറിക്കൽ എബിലിറ്റി ഈസ് വൺ ഓഫ് ദ ലോവസ്റ്റ്. നോട്ട് ഓൺലി ലോവസ്റ്റ്, ഇറ്റ് ഈസ് ഡിക്ലൈനിങ്. ഇവിടെയാണ് ഈ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതായത് നമ്മൾ ഈ അസംഷൻ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ ഓട്ടോമാറ്റിക്കലി ലീഡ്സ് ടു വാട്ട് capability need to be questioned. അതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡാറ്റ നോക്കാം. അസർ ലേറ്റസ്റ്റ് റിപ്പോർട്ടുണ്ട്. ലേണിംഗ് ഔട്ട്കംസിൻ്റെ കാര്യത്തിൽ കേരള സം ഇൻഡിക്കേറ്റേഴ്സ് കേരള ഈസ് എഹെഡ്. ലൈക്ക് റീഡിങ് എബിലിറ്റി നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഇറ്റ് ഇസ് ബെറ്റർ, ബട്ട് ന്യൂമറിക്കൽ എബിലിറ്റി വി ആർ വെരി ലോ. പക്ഷേ നമ്മളത് നോക്കണം, എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഇനി വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അതോടൊപ്പം തന്നെ കേരളത്തിൽ നമ്മൾ ഒരുപാട് ഇത്ര പൈസ എഡ്യൂക്കേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു, പക്ഷേ എൻറോൾമെൻറ്റ് കൂടുതലും നടക്കുന്നത് പ്രൈവറ്റ് സെക്ടറിലാണ്. പ്രൈവറ്റ് സ്കൂളുകളിലാണ് എൻറോൾമെൻറ്റിൻ്റെ ഷെയർ കൂടുന്നത് ഓവർ ടൈം. അതെന്തുകൊണ്ടാണ്? അതൊരു ക്വാളിറ്റി ഇഷ്യൂ അല്ലേ? അതും വി ഹാവ് ടു തിങ്ക് ഇൻ ക്യാപ്പബിലിറ്റി ഫ്രെയിം വർക്ക്. ആൻഡ് അതേപോലെ തന്നെ പിന്നെ അങ്ങനെ ഒരുപാട്, അതേപോലെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ യെസ്, certain health indicators Kerala is far very ahead. പക്ഷേ നമ്മൾ ഒരുപാട് സ്പെൻഡിങ് ചെയ്യുമ്പോൾ തന്നെ ഗവൺമെൻറ് സെക്ടറിൽ, അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിന് സ്പെൻഡിങ് ചെയ്യുമ്പോൾ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ, അതായത് പ്രൈവറ്റ് സെക്ടറിൽ പോകുന്ന എക്സ്പെൻഡിച്ചർ കേരളത്തിലാണ്. അപ്പോൾ ദീസ് ആർ ഓൾ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ. ഐ എം നോട്ട് സേയിങ് ദാറ്റ് വി ഷുഡ് പ്രൈവറ്റൈസ്, അതല്ല പറയുന്നത്. നമ്മുടെ ഗവൺമെൻറ് സെക്ടറിൻ്റെ പിന്നെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. അതിൽ നമ്മൾ ഒരു റാഷണലൈസേഷൻ, എക്സ്പെൻഡിച്ചർ റാഷണലൈസേഷൻ ചെയ്യണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഈസ് നോട്ട് അബൌട്ട് ദ സൈസ് ഓഫ് ദ എക്സ്പെൻഡിച്ചർ, ദ ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ദാറ്റ് എക്സ്പെൻഡിച്ചർ. ആ എക്സ്പെൻഡിച്ചർ ഈസ് ഇറ്റ് ലീഡിങ് ടു ഔട്ട്കംസ് വിച്ച് വി വാണ്ടഡ്? സോ ദാറ്റ് ഈസ് ദ മെയിൻ ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ ഇതിനെ സജസ്റ്റ് ചെയ്യുന്ന കുറേ മറ്റ് ഫൈൻഡിങ്സ് ഉണ്ട്. കാർത്തിക് മുരളീധരൻ പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയിൽ പറയുന്നത് ഇന്ത്യൻ സർവീസ് ഡെലിവറി ഗ്യാപ്പ് വരുന്നത് സ്പെൻഡിങ്ങിലുള്ള പ്രശ്നം കൊണ്ടല്ല, അതൊരു ഗവേണൻസ് ഇഷ്യൂ ആണ്. അതാണ്, അല്ലാതെ സ്പെൻഡിങ് കുറയുന്നത് കൊണ്ടല്ല. അതിനുള്ള പ്രശ്നങ്ങൾ മറ്റ് പ്രശ്നങ്ങളാണ്. ഇറ്റ് ഈസ് നോട്ട് ട്രാൻസ്ലേറ്റിംഗ് ഇൻ ടു ഔട്ട്കംസ്. അതുപോലെ അഭിജിത്ത് ബാനർജിയുടെ സ്റ്റഡീസിൽ കാണിക്കുന്നത് ഒരുപാട് പൈസ ചെലവഴിച്ചത് കൊണ്ട് നമുക്ക് ഔട്ട്കം ഉണ്ടാകണമെന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെനി അതർ തിങ്സ്. അതേപോലെ സൈസ് ഓഫ് ദ ഡെഫിസിറ്റ് ഓർ ഡെറ്റ് ഈസ് നോട്ട് ദ ഇഷ്യൂ. അതായത് ഡെറ്റ് ഇത്ര കൂടി അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഇത്ര കൂടി എന്നുള്ളതല്ല ഇഷ്യൂ. ഈ ഡെറ്റും ഡെഫിസിറ്റും എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് മെയിൻ ഇഷ്യൂ. അതേപോലെ ഐ വിൽ ജസ്റ്റ് ടേക്ക് 1 minute. പിന്നെ അതേപോലെ മറ്റുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ റവന്യൂ ബൊയൻസിയാണ്, കേരളത്തിൻ്റെ റവന്യൂ ബൊയൻസിയാണ്. അപ്പോൾ ഇതെല്ലാം സ്ട്രക്ചറൽ ഫാക്ടേഴ്സാണ്. അതും ഒരു സ്ട്രക്ചറൽ ഫാക്ടേഴ്സാണ്. അതും ഒരു പെർട്ടിക്കുലർ ഗവൺമെൻറ്റിൻ്റെ പ്രോബ്ലം അല്ല. നമ്മുടെ അഭിപ്രായത്തിൽ അത് കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക ഘടനയുടെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഈ റവന്യൂ ബൊയാൻസി ലെസ് ദാൻ 1 ആണ് കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. GSDP 8% കൂടുകയാകുമ്പോൾ റവന്യൂ 8% കൂടുന്നില്ല, അതിൽ കുറവാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ അതിന് പ്രൊപ്പോർഷനേറ്റ് ആണ് അല്ലെങ്കിൽ ഹൈ ആണ്. അതൊരു പ്രശ്നമാണ്. കാരണം നമ്മുടെ ഈ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു,
റവന്യൂ കളക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴെങ്ങനെയാണ് ഇത് സസ്റ്റൈനബിൾ ആവുക? അതൊരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ GSTയുടെ ഇതിൽ വളരെ വ്യക്തമാണത്. നമ്മൾ GSTയിലേക്ക് മാറുന്ന സമയത്തുണ്ടായിരുന്ന നമ്മുടെയൊക്കെ ഒരു വിശ്വാസം, അന്നുണ്ടായിരുന്ന തിയറി, കൺസ്യൂമിങ് സ്റ്റേറ്റ് വിൽ ബെനിഫിറ്റ് ഫ്രം GST എന്നുള്ളതായിരുന്നു. പക്ഷേ ദാറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ മിസ്റ്റേക്ക്. ആ ഒരു തിയറി തന്നെ റോങ് ആണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. നമ്മൾ കൺസ്യൂമർ സ്റ്റേറ്റിൽ കൺസംഷൻ ചെയ്യുമ്പോൾ ഒരു കാര്യം സത്യമാണ്, അതൊരു അക്കൗണ്ടൻറ്റിൻ്റെ മൈൻഡിലൂടെയാണ് അത് ആ ഒരു അപ്രോച്ചിൽ നമ്മൾ ചെയ്തിരിക്കുക. ഒരു അക്കൗണ്ടൻറ്റ് അതിലെ എക്കണോമിക് ഡയമെൻഷൻ കംപ്ലീറ്റ്ലി ഫോർഗറ്റ് ചെയ്തു. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു സാധനം നമ്മളിവിടെ കൺസ്യൂം ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ GST നമുക്ക് കിട്ടും, ശരിയാണ്. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ഓരോ കൺസംഷനും ഒരു മൾട്ടിപ്ലയർ ഉണ്ട്. കൺസംഷൻ ലീഡ്സ് ടു മൾട്ടിപ്ലയർ, ദ കെയ്നീഷ്യൻ മൾട്ടിപ്ലയർ. അപ്പോൾ 100 രൂപയുടെ കൺസംഷൻ ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ അത് 300 അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യണം. അതെവിടെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? അത് ജനറേറ്റ് ചെയ്യുന്നത് പ്രൊഡ്യൂസർ സ്റ്റേറ്റിലാണ്. യെസ്, അവിടെയാണ് കഴിഞ്ഞു. അപ്പോൾ അവിടെ വരുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, കേരളത്തിന് പിന്നെ ഈ കൺസ്യൂമിങ് സ്റ്റേറ്റിനാണ് GST കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് കൺസെപ്ച്വലി ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ഐ ആം നോട്ട് സെയിങ് ദാറ്റ് പ്രൊഡ്യൂസർ സ്റ്റേറ്റിന് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നു എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതാണ്, കാരണം അവരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ദേ വിൽ ഗെറ്റ് മോർ ബെനിഫിറ്റ്. പക്ഷേ ആ ഒരു അസംഷൻ, അതായത് GSTയിലേക്ക് പോകുമ്പോൾ കൺസ്യൂമർ സ്റ്റേറ്റ് വിൽ ബെനിഫിറ്റ് മോർ ദാൻ ദ പ്രൊഡ്യൂസർ സ്റ്റേറ്റ്, there is a problem with that. So that means basically the idea is that നമ്മുടെ പ്രൊഡക്ഷൻ സെക്ടർ എക്സ്പാൻഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ മൾട്ടിപ്ലെയറും ലിങ്കേജസും നമ്മുടെ തന്നെ എക്കോണമിയിൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അതിലൂടെ മാത്രമേ റവന്യൂ ജനറേഷൻ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഒരു ലോങ് സ്റ്റാൻഡിങ് സ്ട്രക്ചറൽ ഇഷ്യൂ വിച്ച് വി നീഡ് ടു അഡ്രസ്. ആദ്യമായിട്ട് പറയാനുള്ളത്, പിന്നെ അതായത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, നമ്മൾ ഇവിടെ ഒന്നും അതിനെ ഒന്നും ഇവിടെ ഖണ്ഡിക്കുന്നില്ല. അതായത് നമ്മൾ പറഞ്ഞതൊന്നും അതിനെ വേറൊരു വ്യാഖ്യാനത്തിൽ ഇവിടെ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ വളരെ കൃത്യമായിട്ട് ഡെറ്റിൻ്റെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. ഡെറ്റിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡെറ്റിൻ്റെ സൈസ് അല്ല. വളരെ ഇറ്റ് ഈസ് ദ സെൻറ്റൻസ് ഇറ്റ്സെൽഫ് ഐ റിമെമ്പർ. The main issue with our debt is not the size, it is the use. For what purpose we are using the debt. അതിൽ പറഞ്ഞിരിക്കുന്നത് CAGയുടെ തന്നെ കണക്ക് ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഉപയോഗിച്ചല്ലോ. CAGയുടെ കണക്കിൽ പറയുന്നത് 100 രൂപ നമ്മൾ കടം വാങ്ങുമ്പോൾ 5 രൂപ 5.2 മാത്രമേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് പോകുന്നുള്ളൂ. ബാക്കിയുള്ള 95 രൂപയും പോകുന്നത് കറൻറ്റ് കൺസംഷനും റവന്യൂ ഡെഫിസിറ്റ് മീറ്റ് ചെയ്യാനും പാസ്റ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കൊടുക്കാനുമാണ്. ഇതാണ് പ്രശ്നം. ഈ ഒരു പ്രശ്നമാണ് ഇതിലെ പ്രശ്നം. അല്ലാതെ കടം ഇപ്പോൾ എത്ര വേണമെങ്കിലും ആകാം, അതിനൊരു കുഴപ്പമില്ല. പക്ഷേ കടം സെൽഫ് ഫൈനാൻസിങ് ആണ് ഫ്യൂച്ചറിൽ. അപ്പോൾ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന കണക്കുകൾ GDPയുടെ ഗ്രോത്ത് റേറ്റും ഇൻട്രസ്റ്റ് റേറ്റും ഉപയോഗിച്ചിട്ട് പറയും GDPയുടെ ഗ്രോത്ത് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഗ്രോത്ത് റേറ്റിനേക്കാളും കൂടുതലാണ്, അതുകൊണ്ട് കടം സെൽഫ് ഫിനാൻസിങ് ആണെന്ന്. ഇത് കേരളത്തിൻ്റെ കാര്യത്തിൽ അത് റിലവൻ്റ് അല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കറക്റ്റാണ്, ഡോമർ റൂൾ കറക്റ്റാണ്. നമ്മൾ ഈ കടം വാങ്ങുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് പിന്നീട് നമ്മൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ റവന്യൂ ജനറേഷനിലൂടെ നമ്മൾക്ക് കൂടുതൽ കടം നേടാൻ പറ്റും. ഇത് തിയററ്റിക്കൽ ബേസാണ്, ഇത് പ്യുവർ തിയററ്റിക്കൽ ബേസാണ്. അത് അത് CAGയുടെ കണക്കാണ്. ഇത് CAGയുടെ കണക്കാണ്, അതായത് നമ്മുടെ കണക്കല്ല, CAGയുടെ കണക്കാണ്. അപ്പോൾ CAGയുടെ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റവന്യൂ ജനറേഷൻ പോസിബിലിറ്റി കടത്തിലൂടെ നമ്മൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ആ കടം സസ്റ്റൈനബിൾ അല്ല. അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് ആസ് എ പേഴ്സൻറ്റേജ് ഓഫ് റവന്യൂ റെസീറ്റാണ് കടത്തിൻ്റെ സസ്റ്റൈനബിലിറ്റിയുടെ ഏറ്റവും കറക്റ്റ് മെഷർ. അതായത് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നമ്മുടെ റവന്യൂ റെസീറ്റിൻ്റെ എത്ര പേഴ്സൻറ്റേജ് ആകുന്നു, അതെങ്ങനെ പോകുന്നു. അതിപ്പോൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തേക്ക് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്.
പക്ഷേ ഒരു 10 വർഷത്തെ കണക്ക് കൂട്ടുകയാണെങ്കിൽ, അതായത് 2015-16 നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു കടക്കെണി എന്നുള്ള ഒരു ഇതിലൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, ഒരു കടക്കെണി അവിടെ ഇല്ല. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന പണം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ്. ആ ഒരു കാര്യം ഇപ്പോഴും നമ്മൾ തുറച്ചു പറയുന്നു, അതാണ് പ്രശ്നം. അല്ലാതെ കടത്തിൻ്റെ വോളിയമോ സൈസോ അല്ല, അതിൻ്റെ യൂസേജാണ്. അതേപോലെ തന്നെ ഡെഫിസിറ്റും ഒരു പ്രോബ്ലം അല്ല. ഡെഫിസിറ്റ് ഈസ് ഓൾവേസ് എ ഗുഡ് തിങ് ആക്ച്വലി ഫോർ എ ഗവൺമെൻറ്. ബട്ട് ഫോർ വാട്ട് പർപ്പസ് ദ ഡെഫിസിറ്റ് ഈസ് വി ആർ റണ്ണിങ് ദ ഡെഫിസിറ്റ്. അതായത് ആർ വി റണ്ണിങ് ദ ഡെഫിസിറ്റ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് ഓർ റവന്യൂ ഡെഫിസിറ്റ്? റവന്യൂ ഡെഫിസിറ്റും ഇപ്പോൾ നമ്മളിപ്പോൾ പറയാം, കേരള മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് എ ലോട്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത്, എഡ്യൂക്കേഷൻ. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ വി ആർ എക്സ്പെക്റ്റിംഗ് എ റിട്ടേൺ ഫ്രം ദാറ്റ്, റൈറ്റ്? അറ്റ് സം പോയിന്റ് വി ആർ എക്സ്പെക്റ്റിംഗ് എ റിട്ടേൺ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പെർസിസ്റ്റൻ്റ് ആയിട്ട് ഇതിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ വി ആർ എക്സ്പെക്റ്റിംഗ് സം റിട്ടേൺ അറ്റ് സം പോയിന്റ്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ പെർസിസ്റ്റൻ്റ് ആയിട്ട് ഡെക്കേഡ് വൈസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് ഈ റിട്ടേൺ വരുന്നത്? ആ റിട്ടേൺ ഐദർ ഇറ്റ് ഷുഡ് കം ഇൻ ടേംസ് ഓഫ് റവന്യൂ ജനറേഷൻ ഫോർ ദ ഗവൺമെൻറ് ഓർ ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഫോർ ദ എഡ്യൂക്കേറ്റഡ്. അവിടെ അത് നടക്കുന്നില്ല. ആ ഒരു See, I will answer your question. See, let me answer your question. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതു സമൂഹത്തിന് വേണ്ടുന്ന ഒരു ഡോക്യുമെൻ്റാണ്. നമ്മൾ അക്കാഡമിക് പേപ്പർ എഴുതുന്ന ഒരു സംഭവമല്ല വൈറ്റ് പേപ്പർ, റൈറ്റ്? അപ്പോൾ അക്കാഡമിക് പേപ്പർ ആകുമ്പോൾ അവിടെ മോഡലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. മോഡൽ നമ്മൾ നമ്മൾ ജേണലിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാം, നമ്മൾ ഒരുപാട് മോഡലുകളൊക്കെ. അപ്പോൾ മോഡലുകൾ നമ്മൾക്ക് PhD തീസിസിനും ജേണലിൽ പബ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഇവിടെ അത് ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം സാധാരണ ജനങ്ങൾക്ക് മോഡൽ എങ്ങനെയാണ് മനസ്സിലാവുക? ഇത് പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതുന്ന റിപ്പോർട്ടാണ്. പിന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഡാറ്റയിലുള്ള കൺഫ്യൂഷൻ. ഈ ഡാറ്റ ഫുള്ള് എടുത്തിരിക്കുന്ന RBI എന്നാണ്. അപ്പോൾ ഈ ഡാറ്റയിൽ എന്തെങ്കിലും പ്രോബ്ലം CAG-യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാവുമെങ്കിൽ അതുണ്ടാകാം. കാരണം പലപ്പോഴും ഫിഗർ റിവൈസ് ചെയ്യപ്പെടാം. ആക്ച്വലും ബഡ്ജറ്റും റിവൈസും 3 ഫിഗേഴ്സ് ഉണ്ട് എപ്പോഴും. അത് ചില സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ആണ്. അതായത് അത് നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ സ്റ്റാറ്റസ് പേപ്പറിൻ്റെ ലാസ്റ്റ് പേജിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ഡാറ്റ ചൂസ് ചെയ്യുന്നതെന്ന്. നമ്മൾ എപ്പോഴും കേരളത്തിനെ മറ്റ് സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യേണ്ടുന്ന സാഹചര്യത്തിൽ നമ്മൾ ബഡ്ജറ്റ് എസ്റ്റിമേറ്റാണ് യൂസ് ചെയ്തത്. കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് മാത്രമേ എല്ലാ സ്റ്റേറ്റുകൾക്കുമായിട്ട് നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടുള്ളൂ. കേരളത്തിന് ആക്ച്വൽ ഉണ്ട്, പക്ഷേ ആക്ച്വലും ബഡ്ജറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കേസുകളിൽ അത് ഉപയോഗിച്ചു. സർ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, നമ്മൾ ഇതിൽ ചെയ്ത ഏതെങ്കിലും ഡാറ്റ RBIയുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഷുഡ് ബി റേസ്ഡ് ടു RBI. ക്വസ്റ്റ്യൻ ഷുഡ് ബി റേസ്ഡ് ടു ദ സെൻട്രൽ ബാങ്ക് ഓഫ് ദ കൺട്രി. കാരണം നമ്മൾ അവിടെ നിന്ന് അതേപോലെ ഇവിടെ ഉപയോഗിച്ച ഡാറ്റയാണത്. സെക്കൻഡറി ഡാറ്റ, യെസ്, നമ്മൾക്ക് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് RBI ഡാറ്റയാണ്. RBI ഡാറ്റയിൽ യു ക്യാൻ ഗോ ആൻഡ് ക്രോസ് ചെക്ക്. അതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ദെൻ ദാറ്റ് ഈസ് എ വാലിഡ് ക്വസ്റ്റ്യൻ. പിന്നെ കിഫ്ബിയുടെ കേസിൽ ഇവിടെ നമ്മൾ പറയാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡെറ്റിൻ്റെ ആ ഒരു ലോജിക്കിൽ പെട്ടതാണ് കിഫ്ബിയുടെയും ഇഷ്യൂ. കിഫ്ബി എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഐഡിയ ആയിരുന്നു ഇനീഷ്യലി. അങ്ങനെ നമ്മൾ ഇതിൽ സ്റ്റാറ്റസ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ഈസ് നോട്ട് ബാഡ്, ഇറ്റ് ഈസ് എ ഗുഡ് ഐഡിയ. പക്ഷേ അതിലുള്ള പ്രശ്നം എന്തുവെന്ന് പറഞ്ഞാൽ അത് ഒരു റവന്യൂ ജനറേഷൻ മോഡലിലല്ല അത് പ്രവർത്തിച്ചത് എന്നുള്ളതാണ്. 2 പ്രശ്നങ്ങൾ. ഒന്ന് എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള പ്രൊജക്റ്റിലാണ് കിഫ്ബി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്, പിന്നെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ബോറോയിങ് എങ്ങനെയായിരുന്നു, പിന്നെ ഈ പ്രൊജക്റ്റുകൾ എങ്ങനെ ഡിസൈഡ് ചെയ്തു. ഈ 3 കാര്യത്തിലാണ് കിഫ്ബിയുടെ പ്രശ്നങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്തത്. അല്ലാതെ കിഫ്ബി എന്ന ഒരു ഐഡിയ ഈസ് ഗുഡ്, പക്ഷേ അതിനെ എത്രത്തോളം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആ ഒരു ഐഡിയയെ കറൻ്റ്ലി ദർ ആർ ഡെഫിഷ്യൻസീസ്. അതിനെ യൂസ് ചെയ്യാൻ പറ്റുമോ പ്രോപ്പർലി എന്നുള്ളതാണ് കിഫ്ബിയെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിലൊന്നും നമ്മൾ പറയുന്നത് ഇവിടെ ഒന്നും ഇത് വലിയൊരു ഇഷ്യൂ ആണ്, ഒരു വലിയൊരു ക്രൈസിസിലാണ്. നമ്മുടെ ലാസ്റ്റ് സെൻറ്റൻസ്
നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പറയുന്നത്, നമ്മളിവിടെ പറയുന്നില്ല ഇതൊരു വലിയ ക്രൈസിസിലാണെന്ന്. അതാണ് ലാസ്റ്റ് സെൻറ്റൻസിൻ്റെ അർത്ഥം. ഒരു പാരഗ്രാഫ് ഫസ്റ്റ് ചാപ്റ്റർ ലാസ്റ്റ് പാരഗ്രാഫ് വായിക്കുകയാണെങ്കിൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് നോട്ട് ടു അലാം. When you say this is not to alarm, it means what? It means that we can manage it. അതാണ്. പക്ഷേ there is a need to act. അത് ആക്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ വെറുതെ ഈ ഐഡിയോളജിയുടെ ബേസിൽ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് കാഷ്വാലിറ്റി ഈസ് അവർ സ്റ്റേറ്റ്. അതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. കാരണം അതല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഹാപ്പിനെസ് ഇൻഡെക്സ്, യെസ് വി ആർ ഹാപ്പി, ഐ ആം ഓൾസോ വെരി ഹാപ്പി ദാറ്റ് ഐ ആം എ സിറ്റിസൺ ഓഫ് കേരള, എവരിബഡി ഈസ് പ്രൗഡ് ഓഫ് ഇറ്റ്. But at the same time, we feel sad when people, our youngsters are going out to other states for higher education. Right? Why they are going to other states for higher education? The state which is the leading, other state and also abroad. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ. അതേപോലെ we are very unhappy when we see the statistics on unemployment for educated women in Kerala. Why it is the highest? അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ട റിയാലിറ്റിയാണ്. അതിന് നമ്മൾക്ക് വിഷവേ ചെയ്യാൻ പറ്റില്ല. കേരള മോഡൽ എന്ന് പറഞ്ഞൊരു വിഷവേ ചെയ്യാൻ പറ്റില്ല. വി നീഡ് ടു കൈൻഡ് ഓഫ് തിങ്ക് ഇറ്റ് പ്രോപ്പർലി ഇൻ എ ഓണസ്റ്റ് വേ, സോ ദാറ്റ് ഹാവ് എൻ ഓപ്പൺ മൈൻഡഡ്നെസ്. ഒരു ഓപ്പൺ മൈൻഡഡ്നെസ്സിനോടുള്ള ഒരു അപ്രോച്ചോട് കൂടി നോക്കുകയാണെങ്കിൽ then we will find a solution for this problem.